അനുമോളും സരികയും രഞ്ജിത്ത് മുൻഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സോഫയ്ക്കകത്ത് ഇപ്പം എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞൊക്കെയാണ് അവർ ജോയിൻ ചെയ്ത് വെച്ചത്. സോഫ രണ്ട് സൈഡിലും വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അനുമോൾ. ഇതിന് മുന്നേ ഇല്ലായിരുന്നു, നിങ്ങൾ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നത് വെച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴത്തേനും അവിടേക്ക് ആതില വരികയാണ്. എന്നിട്ട് ആതില വന്നിട്ട് അനുമോളുടെ ചെള്ളക്കെട്ടി ഇങ്ങനെ പിച്ചുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ തട്ടി മാറ്റി കൈ. അനുമോൾ എന്നിട്ട് നടന്ന് ലിവിങ് റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ അനുമോളുടെ പുറകെ നീ അവിടെ നിന്ന് ഇഞ്ഞി വന്നേന്ന് പറഞ്ഞ് സരിക വിളിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മുൻഷിയും വിളിക്കുന്നുണ്ട്. അപ്പം മുൻഷി വിളിച്ചപ്പം എന്താ കേണലെന്ന് അനുമോൾ ചോദിച്ചുകൊണ്ട് വീണ്ടും മുൻഷിയുടെ അടുത്ത് അനുമോൾ ചെന്നു. അപ്പോൾ അനുമോളുടെ തലയിൽ ഇങ്ങനെ തട്ടുന്നു, മുടിയെ പിടിക്കാൻ നോക്കുന്നു. അപ്പോൾ അന്നേരം എല്ലാം അനുമോൾ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നുണ്ട്. അപ്പം മുൻഷിയോട് പറയുകയാണ് ആതില, നിങ്ങളെ വിളിച്ചതേ കിളവാന്നാണ് നിങ്ങളെ ഇവൾ വിളിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൾ പറഞ്ഞു അല്ല, എന്നെ അവൾ കേണലെന്നാണ് വിളിച്ചത്. കേണലെന്നല്ല, കിളവാന്നാണ് അവൾ വിളിച്ചത്. ഒരു വിധത്തിലുള്ള കരിവാരി തേക്കലെല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി വീണ്ടും ഒരു പഴയ ഇവരുടെ രീതിയാണല്ലോ, ഇവർ പറയാനുള്ള എല്ലാം പറയും, എന്നിട്ട് പിന്നെ ഇവർ ഇച്ചിരി കഴിഞ്ഞിട്ടങ്ങ് ഇണങ്ങും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വീണ്ടും ആവർത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അനുമോളുടെ പിറകെ ചെല്ലുന്നത്. പക്ഷേ അനുമോൾ മുഖം പോലും കൊടുക്കുന്നില്ല, നോക്കുന്നേയില്ല മുഖത്തോട്ട്. എന്നിട്ട് ഒഴിഞ്ഞങ്ങ് മാറുക, ഒന്നും പറയുന്നുമില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും അനുമോൾ ഒരു റിപ്ലൈ പോലും കൊടുക്കുന്നില്ല. എന്നിട്ട് നാണമില്ലാതെ അതിലെ പുറകെ നടക്കുന്നു.